ശ്രീ കെ ശിവരാമൻ നമുക്കൊപ്പം ഉണ്ട്. CPI നേതാവ് ശ്രീ കെ ശിവരാമൻ, ഇതാ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിയുന്നത്. നമ്മുടെ വനം വകുപ്പ് എന്തു ചെയ്യുകയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നതിനെ ഒന്നും തടയാൻ കഴിയാത്ത തരത്തിൽ നിസ്സഹായ അവസ്ഥയിലാണോ നമ്മൾ? ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശ്രീ കെ ശിവരാമൻ. അതെ, അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് ഇന്ന് മുള്ളരിങ്ങാട്ടുണ്ടായത്. ഇത്തരം വിഷയങ്ങളിൽ ഗവൺമെന്റ്, പ്രത്യേകിച്ച് വനം വകുപ്പ് കുറെ കൂടി ജാഗ്രതയോടും ഗൗരവബോധത്തോടും കൂടിയ സമീപനം സ്വീകരിക്കേണ്ടതാണ്. അത് പിന്നെ വേലി കെട്ടുകയാണെങ്കിലും ട്രെഞ്ച് കുഴിക്കുകയാണെങ്കിലും വനാതിർത്തി പൂർണ്ണമായും മറച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. ഒരു പ്രസ്താവന കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. ഒരു മരണമുണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുകയും അതിനുശേഷം ഉടൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. വളരെ ഗൗരവമായ കാരണം വനം വകുപ്പ് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരം സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, പലതവണ ഈ പ്രദേശത്ത് 2022 മുതൽ കാട്ടാന ഇറങ്ങി കൃഷിവിളകൾ നശിപ്പിക്കുമ്പോൾ അതിനെതിരെ വനം വകുപ്പിനെയൊക്കെ സമീപിച്ചപ്പോൾ കഷ്ടിച്ചൊരു 3.5 കിലോമീറ്റർ ഫെൻസിങ് ഇട്ടുപോയി. അതും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാക്കിൽ ഈ ബാറ്ററിയുടെ പുളിപ്പുണ്ടാവുന്ന രീതിയിലുള്ള വളരെ ദുർബലമായ വൈദ്യുതിയെ ഇതിലൂടെ പ്രവഹിക്കുന്നു പോലുമുള്ളൂ. അതൊന്നും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും തിരിഞ്ഞു നോക്കാത്തതിന് സംഭവിച്ച രക്തസാക്ഷിയല്ലേ യഥാർത്ഥത്തിൽ അമീർ ഇലാഹിം? അതെ, തീർച്ചയായും. ഈ ഫെൻസിങ് കൊണ്ടും കാര്യമില്ല. കാരണം ഈ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ വലിയ മരങ്ങൾ പിഴുത് ആന അതിന്റെ പുറത്തേക്ക് ഇടും. അങ്ങനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് കിടക്കാൻ കഴിയും. കുറെ കൂടി ഫലപ്രദം ട്രെഞ്ചാണ്. മറ്റ് പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കണം. ഏതായാലും മനുഷ്യജീവൻ ഇങ്ങനെ ഇട്ട് പന്താടാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ആ ഗൗരവത്തിൽ വനം വകുപ്പും ഗവൺമെന്റും ഈ വിഷയത്തെ കാണണം. ഇത് യാദൃശ്യമായി ഉണ്ടായ ഒരു കാര്യമല്ല. നിരന്തരം ഇടുക്കി ജില്ലയില് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നു, മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമല്ല, ഒരു ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ തീർച്ചയായും ഗവൺമെന്റ് നിരന്തരമായ ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീ കെ ശിവരാമൻ.